രാത്രി ലൈവിൽ സാബുമാനും അക്ബറും കൂടിയിട്ട് ചർച്ച ചെയ്യണം. ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുകയുണ്ടായി, അക്ബറിൻ്റെ മൂക്കിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 31-32 ഏജ് വരെ സ്മെല്ല് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞപ്പോഴാണ് സ്മെല്ല് എന്താണെന്നുള്ളത് അറിയാൻ തുടങ്ങിയതും. അപ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട്, പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ അനുഭവിച്ചപ്പോൾ എന്ത് തോന്നി, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ സ്മെല്ല്, അതിനെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തൻ്റെ സൗണ്ട് മാറിയതിനെ കുറിച്ചിട്ടും, പിന്നെ അതേപോലെ തന്നെ 2 മാസത്തോളം മരുന്ന് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ സ്മെല്ലില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുള്ളതൊക്കെ അക്ബർ സാബുമാനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് സാബുമാൻ ആകെ അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. കാരണം സ്മെല്ലില്ലാണ്ട് ഇത്രയും കാലം ജീവിച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് സാബുമാൻക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയത്. സാബുമാൻക്ക് മാത്രമല്ല, നമുക്കും കേട്ടപ്പോൾ നമുക്കും ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. സ്മെല്ലാൻ ഫീൽ ചെയ്യാത്തൊരു ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമല്ലേ.